ജസ്റ്റ് ഇതിൽ കൈ പോലും എനിക്ക് ഇട്ട് വെക്കാൻ വയ്യ കേട്ടോ. ഐ തിങ്ക് ഒത്തിരി ഐസ് കൂടിയെന്ന് തോന്നല്ലേ. ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ നമ്മളൊരു കിടുക്കാച്ച് ചലഞ്ചുമായിട്ടാണ് സുഹൃത്തുക്കളെ എത്തിയിരിക്കുന്നത്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഐസ് ബാത്ത് ചലഞ്ചാണ്. അതായത് നമ്മളൊരു ബാരൽ എടുക്കും, എന്നിട്ട് അതിൽ ഫുൾ ഐസ് ഇട്ടിട്ട് അതിൽ കയറി ഇരിക്കാനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. എന്തുകൊണ്ടും ഈ സമയത്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ചലഞ്ചാണിത്. ഈ ചൂട് സമയത്ത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചലഞ്ച് കൊണ്ടുവന്നത്. അല്ല, ഈ ചലഞ്ചിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ചലഞ്ച് എന്തുകൊണ്ടും അടിപൊളിയായിരിക്കും. തകർക്കും. അതെ, അച്ഛൻ വണ്ടർലേ പോണ സെറ്റപ്പിലൊക്കെ കേട്ടോ ഡ്രസ്സൊക്കെ ഇട്ട് വന്നേക്കും. ഉണ്ണി അതെ വണ്ടർല സെറ്റപ്പ്, പക്ഷെ നിക്കറ് തിരിച്ചിട്ടേക്കണം. അത് മാത്രമുള്ള പ്രശ്നം. അമ്മയുണ്ടല്ലോ, അമ്മയ്ക്ക് ഇതുപോലത്തെ ഡ്രസ്സ് വേണ്ട, ഇത് മതിയോ? ഓ ഓക്കെ. വിജയ്ക്ക് നമ്മൾ ക്യാഷ് പ്രൈസും കൊടുക്കുന്നതാണ് സുഹൃത്തുക്കളെ. 5000 രൂപ ക്യാഷ് പ്രൈസ്. ഓക്കെ, ജയിച്ചാൽ 5000 രൂപ. ടീം വർക്കില്ല, ഒറ്റയ്ക്കാണ് കളി. കാരണം ഇത് കുറച്ച് ടഫായിട്ടുള്ളൊരു ചലഞ്ചാണ്. അതുകൊണ്ട് നമ്മൾ എന്തായാലും ക്യാഷ് പ്രൈസ് കൊടുക്കണം, അല്ലെങ്കിൽ അത് മോശമാണ്. ഇരിക്കും. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ് നമ്മൾ. കാരണം ഈ ഒരു ഇങ്ങനത്തെ ഒരു ചലഞ്ച് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഒരു വെറൈറ്റി സാധനമാണ്. എങ്ങനെ ഇരിക്കും? അതാണെങ്കിൽ ഈ മറ്റേ സാധാ ഐസ് പോലല്ല, ഭയങ്കര കട്ട ഐസാണ്. അത് പെട്ടെന്ന് അലിയത്തുമില്ല, മെഴുകൂട്ടോ. ഉണ്ണി അതല്ല, ഉണ്ണി എങ്ങനെ വന്നതെന്നറിയോ? ഉണ്ണിനെ ഞാൻ വിളിച്ചിട്ട്, എടാ ഉണ്ണി ഒരു ചലഞ്ച് ഉണ്ട്. ആ അണ്ണ എപ്പോഴാന്നൊക്കെ ചോദിച്ചാ പറഞ്ഞു, എടാ ഈറ്റിംഗ് ചലഞ്ചാ. അണ്ണാ അതേ ഒരു തന്നാ ഇപ്പൊ മന്തിയാണ്. എന്റെ അടുത്ത് മന്തി ഉണ്ടോ? മന്തി ഉണ്ട്. ആ ഇപ്പൊ ദേഹത്തി പെട്ടെന്ന് മന്തി എന്ന് പറഞ്ഞപ്പോ ഉണ്ണി ഓടിയട്ടെ. അതെ അതെ, ഫോട്ടോ പോണം. അല്ല, എനിക്ക് ചലഞ്ച് കഴിഞ്ഞിട്ട് മന്തി മേടിച്ചിടാം. എടാ ഉണ്ണി എല്ലാരും പറയുന്നത് ധ്യാൻ ശ്രീനിവാസന്റെ ഒക്കെ സൗണ്ട് പോലെ ഉണ്ടത്. എല്ലാരും കമന്റ് ചെയ്യാ. പിന്നെ അസോസിയേഷൻ ഒക്കെ അച്ഛന്റെ കട്ടുണ്ട്. ശരി, ഇവർ രണ്ടുപേരും ഏകദേശം സെയിം ഫേസ് കട്ടായാലും ഒക്കെ കുറെ സെയിം ആണ്. കൊച്ചന്റെ പുത്രൻ പറക്കുവോ? ചേട്ടന്റെ മോനാകുമ്പോഴത്തേക്ക് അതിൻ്റെതായതുണ്ട്. വിശാല ഹൃദയനാണ്, സഹന ഹൃദയനായ, കരുണാമയനായ ഒരു കുട്ടിയാണ് ഉണ്ണി. രണ്ട് ഭാഗത്ത് വീട്ടിയടിച്ചേക്കാം. കരുണാമയനെ കാവൽ വിളക്ക്. കാവൽ വിളക്ക്. അതെ, സാധാ ഐസ് പോലെ ഇത് കട്ട ഐസാ. ഐസൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. തുറക്ക്, അതിനകത്ത് ഇരിപ്പുണ്ട് ഗൈസ് ഐസ്. 2 ബാരൽ ഫുൾ ഐസാണ്. ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ പിടിക്കുമ്പോഴേ കൈയൊക്കെ മരവിച്ച് വരും. അമ്മാരി ഐസാണ് ഇത്. നമ്മൾ പൊടിച്ച് മേടിച്ചില്ല കേട്ടോ, ഈ വീട്ടിൽ കൊണ്ടിട്ട് അടിച്ചു പൊട്ടിക്കാന്ന് വിചാരിച്ചു. ഒരു ബാരലിൽ 2 ഐസ് വെച്ചിട്ട് 2 ബാരലിലും കൂടെ 4 ഐസ് ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്ന് എന്തായാലും വിറക്കും. ബാ, ഇതെടുത്ത് തറയിൽ അടിച്ചു പൊട്ടിക്കാം. ബാ, നമ്മളൊരു ടാർപ്പ് എടുത്തോണ്ട് വന്നേട്ടാ, ഇതിലിട്ട് അടിച്ചു പൊട്ടിക്കാം. എത്ര നേരമായി എന്നറിയാം ഇതിനകത്ത് ഇരിക്കാൻ തുടങ്ങി. കുറച്ചുപോലും വെള്ളം, ശകലം വെള്ളമായിട്ടുണ്ട്. മെഴുവല്ല, മഴു. ഒന്നും അറിഞ്ഞൂടാ. അമ്മോ, ഇത് കാലിക്കൊണ്ട മുറിയും കേട്ടോ, ഇത് സൂക്ഷിക്കണം. ഇത് പിടിക്കാനും പറ്റില്ല, തെന്നും. വെട്ടി കീറാ പോടാ. ഓ ഗായ്സ്, സാധനം എടുത്തിട്ട് കേട്ടോ. അയ്യോ കിടില. അതെ, എനിക്ക് കുറച്ച് അടിച്ചോട്ടിക്കാൻ വേണോ? അച്ഛനും ഭ്രാന്തായോ? എന്തിനാ കാശ്മീരൊക്കെ പോളെ? ഇതുപോലത്തെ സാധനം കൊണ്ട് മേടിച്ചിടാ. ഇതിന്റെ മണ്ടക്കറി ഉരുള കാശ്മീർ. ഇത് ചെറിയ ടൂളാട്ടോ. ഓ, ഈ സാധനം ഭയങ്കര കട്ടിയാട്ടോ. അമ്മേ, കൊള്ളായിരുന്നു. അമ്മയ്ക്ക് പൊട്ടിക്കാനുള്ളതുണ്ട്, എല്ലാവർക്കും പൊട്ടിക്കാനുള്ള സാധനം ഉണ്ട് കേട്ടോ. എവിടെ വാരിയിടാം.
ഇത് തിന്നാൻ കൊള്ളാമോ? തിന്നു നോക്ക്. കുറച്ചെടുത്ത് തിന്നാൻ തിന്നോ. അത് ഏത് വഴിയൊക്കെ ഇറങ്ങിപ്പോയി? അത് കൊള്ളാം. ജസ്റ്റ് ഇതിൽ കൈ പോലും എനിക്ക് ഇട്ട് വെക്കാൻ വയ്യ കേട്ടോ. ഐ തിങ്ക് ഒത്തിരി ഐസ് കൂടിയെന്ന് തോന്നല്ലേ. ഭയങ്കര തണുപ്പല്ലേ ഇത്. എന്തിനാവുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ഐസ് കപ്പ ഐസ് പാല ഐസ് കോള ഐസ് ഐസ് ഐസ്. കൊള്ളാല്ലേപ്പാ? നല്ല സുഖമുണ്ട് കേട്ടോ. അടിയിലോട്ടാ തണുപ്പ്. ഹേ ഗായ്സ്, അപ്പൊ നമ്മുടെ 2 ബാരലിൽ നമ്മൾ ഐസൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം ആരും ഇറങ്ങുന്ന? അച്ഛനും അമ്മയും കൂടെ ഇറങ്ങും. നിങ്ങൾ 2 പേരും ഇറങ്ങും ഫസ്റ്റ്. അതിന് നിങ്ങൾ 2 പേരും ഫസ്റ്റ്, അത് കഴിഞ്ഞ് ഞാനും ഉണ്ട്. ഓക്കെ ഗായ്സ്, അപ്പൊ ഫസ്റ്റ് ഇറങ്ങാൻ പോണത് അച്ഛനും അമ്മയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പൊ നമ്മൾ കസാരയെ കൊണ്ടിട്ടിട്ടുണ്ട്. ഓരോരുത്തർ കയറി ഇരിക്കുക. എത്ര ടൈം വരെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ മാക്സിമം അത്രയും വരെ ഇരിക്കുക. എന്നിട്ട് ഇറങ്ങാം. നമ്മൾ ടൈമറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നതാണ്. കാരണം എത്ര ടൈം വരെ നമുക്ക് ഇരിക്കുന്നു എന്ന് അറിയണ്ടേ. ചിലപ്പോൾ ഇത് റെക്കോർഡ് ബ്രേക്കിംഗ് ഒക്കെ ആണെങ്കിലോ അല്ലേ ഇത്രയും പിടിച്ചിറക്കാനോ? അതൊരു കൊച്ചുകുട്ടിയാ. അതൊക്കെ ചാടി അങ്ങ് ഇറങ്ങിയാൽ മതി. അച്ഛന് പുട്ടും കടലേ തിന്നണം. പുട്ടും കടലയിൽ നിന്ന് പഠിത്തില്ലേ അച്ഛാ? ഓക്കെ, അപ്പം ഇറങ്ങിയാലോ? ഇറങ്ങുന്നില്ലേ? മറ്റേ സ്വിമ്മിങ് സൂട്ടൊക്കെ ഇവിടെ ഇട്ടിട്ട് വരായിരുന്നല്ലോ. സൂപ്പറായിരുന്നു. സ്വിമ്മിങ് കൂട്ടോ? ഓക്കെ ഗൈസ്, അമ്മ ഇറങ്ങാനായിട്ട് പോവാട്ടോ. ഫസ്റ്റ് എന്തെങ്കിലും പറയാനുണ്ടോ ലാസ്റ്റ് ആയിട്ട്? ഇതെന്തിനു കിണറ്റി ചാടുമ്പോഴല്ലേ കാലൊക്കെ നേരത്തെ വെച്ചു. ഓക്കെ ഓക്കെ, ഇറങ്ങിക്കോവാ. ഓ കംപ്ലീറ്റ് വെള്ളം പോയോ? തണുപ്പുണ്ടാവാ? ഭയങ്കര തണുപ്പുണ്ടാ? ആ ബാക്കി ഈ തറ കിടക്കുന്ന ഐസൊക്കെ വരിടാ. അതെ, എന്ത് ചെയ്യുവാ? ഇറങ്ങി. ടൈമർ സെറ്റ് ചെയ്യാം ഗൈസ്. ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അച്ഛാ ഇറങ്ങിക്കോ. ടൈം കളയണ്ട. കംപ്ലീറ്റ് വെള്ളം പോയി. അമ്മ എങ്ങനെയുണ്ട്? നല്ല തണുപ്പുണ്ടോ? കൈയൊക്കെ പെരുത്ത്. ഇത് 1 മിനിറ്റ് പോലും ഇരിക്കാൻ നല്ല സുഖമുണ്ടോ ചാ? രാമ രാമ രാമ. ടൈറ്റാനിക്കിലെ റോസാണിത്. കൈയൊക്കെ പൊക്കിക്കോ. മരവിക്കുന്നുണ്ടോ അമ്മ? അമ്മയുടെ അമ്മയ്ക്ക് രോമാഞ്ചം അടിച്ചു. നോക്കിയേ, കയ്യിലൊക്കെ രോമാഞ്ചം അടിച്ചു അമ്മയുടെ. ജയിക്കാനുള്ള ശക്തിയോ? കുളത്തിൽ താറാവ് കിടക്കൂല, അതുപോലെ അമ്മയുടെ കട. അയ്യോ, നിങ്ങള് 1.5 മിനിറ്റ് ആവാൻ പോണതേ ഉള്ളൂ. അത്രേ ആയിട്ടുള്ളൂ. ശരിക്കും എന്താണ് തോന്നുന്നത് അടിയിലോട്ട് ഇപ്പം? ശരിക്കും കയ്യൊക്കെ പെരുത്തങ്ങ് കേറുവല്ലേ ഫുള്ളായിട്ട്? വിശാലമായി ഇരിക്കാൻ നോക്കൂലേ? കുറച്ച് സ്ഥലക്കുറവാ. താങ്കൾക്ക് ഇതിനെ പറ്റി എന്താണ് പറയാ? ഇവിടുത്തെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? അതെ, ഈ ഐസിന്റെ തണുപ്പ് പറയുമ്പോ നമ്മള് ആ ഇരിക്കുന്ന ഐസ് ഇല്ലേ, അത് കുറച്ചുകൂടെ പൊട്ടിച്ചിടും കേട്ടോ. ഇനി കൂട്ടും. പറ്റത്തില്ലേ? കോമ്പറ്റീഷൻ. എണീക്കാൻ പോവാണോ? ഓ ഗൈസ്, അച്ഛ എണീറ്റ് കേട്ടോ.
ഗൈസ് അച്ഛനൊരു 4:20 ഇറങ്ങിയിട്ടുണ്ട്. അമ്മ ജയിച്ചു ഗൈസ്, അമ്മ ജയിച്ചു. അമ്മ ഇറങ്ങിക്കോ. എടാ എടുത്തിറക്ക്, അമ്മ എടുത്തിറക്കൊന്ന്. ഐസ് ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് കൊള്ളായിരുന്നു. പക്ഷെ മുങ്ങണോന്നൊക്കെ ഉണ്ടായിരുന്നു. അത് മുങ്ങുന്നതിന് മുമ്പ് ഇറങ്ങി. ഞാൻ വിചാരിച്ചു അച്ഛൻ കുറെ നേരമൊക്കെ ഇരിക്കുമായിരിക്കും. എനിക്കൊരു ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് അച്ഛനാണ്. പക്ഷെ അച്ഛൻ നേരത്തെ അങ്ങ് ഇറങ്ങി. തള പിന്നെ അങ്ങ് ഇരുന്നോട്ടെ, ഒരു ഇച്ചിരി നേരം ഇവിടെ മിണ്ടുണ്ടായിരുന്നു. ഇനിയും ചലഞ്ചാന്ന് പറഞ്ഞ് ഇരുത്തായിരുന്നു ഒരു 1.5 മണിക്കൂർ. ഇനി അടുത്തതുണ്ടല്ലോ. ഇപ്പൊ ഇതില് ഞാൻ ജയിച്ചു. ഇനി അടുത്തതിൽ ഈ റൗണ്ടിൽ ഞാനും ഉണ്ണിയും ഇരിക്കുന്നതിൽ ആരാണോ ജയിക്കുന്നത് ആ ആള് അമ്മയായിട്ട് മത്സരിക്കും. ഇനി നമുക്ക് കുറച്ച് ഐസ് കൂടെ പൊട്ടിച്ചിടാം. കാരണം നേരത്തെ കിടന്ന ഐസ് എല്ലാം പോയി കേട്ടോ. ഐസ് ഞാൻ കുറെ നേരം ഇരിക്കും കഴിച്ചിനകത്ത്. എനിക്ക് ഇതിനകത്ത് കളിക്കണം. എന്നിട്ട് ഐസൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെയൊക്കെ എടുത്ത് ഇട്ട് വേണ്ട ഒരെണ്ണം കൊണ്ട് എടുത്ത് ഇങ്ങനെ പൊക്കി തള്ളയുടെ മണ്ടയിലൊക്കെ ഒന്ന് എറിഞ്ഞ് എന്താ തൂപ്പറാ നോക്കിയാ. ഓ ഇത് മുറിയത്തൊന്നും ഇല്ല, ഇത് പഞ്ഞിക്കട്ടയില്ലേ ചാ. ഹേ ഗായ്സ്, അപ്പൊ ഈ റൗണ്ടിൽ ഞാനും ഉണ്ണിയുമാണ് സുഹൃത്തുക്കളെ മത്സരിക്കുന്നത്. നമുക്ക് ഇറങ്ങിയല്ലോ. അപ്പോ ഇറങ്ങാം. ഇത് ഉണ്ണിയുടെ വാരല്, ഇത് എന്റെ വാരല്. ഓക്കെ ഉണ്ണി ഇറങ്ങിക്കോ. ഫസ്റ്റ് ഉണ്ണി കഴിഞ്ഞു. ചെരുപ്പ് എല്ലാരും ടൈമർ ഇട്ടോ. ഓക്കെ ഇറങ്ങിക്കോ. അങ്ങോട്ട് ഇറങ്ങണ. എങ്ങനെയുണ്ട്? എടാ ഇരിയടാ. കൊച്ചു ഇരിക്കട്ടെ, അവ ആസ്വദിക്കട്ടെ. പിന്നെ ദൈവമേ സൂപ്പറാ. നല്ല തണുപ്പാട്ടോ. സൂപ്പറല്ലേ? അതിന്റെ അനങ്ങിയാണ് കയ്യാ മരവിക്കുന്നത്. എങ്ങനുണ്ട്? സുഖമുണ്ടാ? ഓ നല്ല സുഖം. ആ പാട്ടുപാട്. അമ്മ റിവെഞ്ച് എടുക്കുന്നത് പാട്ട് പാടാൻ. പാട്ട് ദേവിക്കല്ല, ദേവന് സുഖാതൊന്നും വരും. ദേവന് കുവൻ തന്നെ. ഈ ജാക്ക് ഇതുപോലെ ഇരുന്ന ചത്തത് ടൈറ്റാനിക്കില്. കൈയെടുത്ത് കാലിലട വെച്ചേക്കുക. ഇതിൽ ഇങ്ങനെ ഇരുന്ന ആരും ഇറങ്ങത്തില്ല. അതുകൊണ്ട് അപ്പൊ കുറച്ച് ചലഞ്ച് ആയിട്ട് എടുത്താല് ആരെങ്കിലും ഒക്കെ ഇറങ്ങും. ഓക്കെ മുങ്ങാം. ഈ കണ്ണാടി നുറുക്കൂച്ച. റെഡി? ഇവ കള്ളക്കളി അടിക്കാണ്ട് നോക്കിക്കോണേ. വൈൻ കുടിച്ചോ. രണ്ടുപേരെ കിട്ടണം. 1 2 3. ഉണ്ണിയുടെ തല. ഉണ്ണിയാടാ തോന്നിയ കിടന്നേ മുങ്ങി. അയ്യോ ഇത് മുങ്ങിയിരിക്കുന്ന മത്സരമില്ല. ഉണ്ണി ഒരു വൃത്തി എണീക്കുന്നില്ല. ഞാൻ വെച്ച് സമാധിയായ ഉണ്ണി ജാതി. ഞാൻ വേറൊരു ചലഞ്ച് ഉണ്ട്. എന്തിനാണ്? സാധനം കൊണ്ടുതരാം. സാധനം കൊണ്ടിരിക്കാൻ വയ്യ. ചുക്കാമണിയൊക്കെ മരമായി. ഇനി പുറത്തെടുത്ത് വല്ല ഉപയോഗം ഉണ്ടാവോ? അയ്യോ ഇനി എടുത്തു വെച്ച് തീയിരിക്കുക. മരം കത്തൂല. കൊച്ചുണ്ണി എവിടെ അറിയാൻ വയ്യ. ഒന്നാമത് അടുപ്പായിട്ടുള്ള ഐസ്ക്രീം. എനിക്ക് വിട്ടുപോയെന്നൊരു സംശയം. അതെ മേടിച്ചോണ്ട് വന്നിട്ട് നല്ലത് മേടിച്ചോണ്ട് തരാ ഇത്.
നമുക്കിതൊന്നും കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് വെള്ളത്തിൽ ചറാപ്പുറ സൗണ്ട്. ആരോ സൗണ്ടൊക്കെ വിടുന്നത്? കുമ്മളെ തച്ചൻ തച്ച ചന്തി തച്ചൻ തച്ച സഞ്ചി ചന്തേ തച്ച സഞ്ചി കൊച്ചു പറ. തച്ചൻ ചൈച്ച ചഞ്ചി തച്ചൻ തൈച്ച ചന്തി തച്ചൻ ചൈച്ച ചഞ്ചി തച്ചൻ ചൈച്ച ചഞ്ചി തച്ചൻ തൈച്ച സഞ്ചി ചന്തയിൽ തൈച്ച സഞ്ചി. പുളിയെടുത്ത് വടിയടിച്ച് വടിയെടുത്ത് പുളിയടിച്ച് പുളിയെടുത്ത് വടിയടിച്ച് വടിയെടുത്ത് പുളിയടിച്ച്. ഇറങ്ങടാ ഉണ്ണി, ഇറങ്ങി പോടാ. ഇറങ്ങടാ ഉണ്ണി, ഇറങ്ങടാ. ഞാൻ മന്തി. എങ്ങനുണ്ട്? ഭയങ്കര ഭയങ്കര തണുപ്പ്. 9 മിനിറ്റ് അടുപ്പിച്ചായിട്ടുണ്ട്. മുങ്ങിക്കോങ്കി ഞാൻ ഇറങ്ങാൻ പോട്ടെ, എനിക്ക് സഹിക്കാൻ പറ്റില്ല. കിടുവ. കൊച്ചു ചുമന്ന വേറെ കളറായി. എന്റെ അമ്മോ, കൈയൊക്കെ നോക്കിയ ഗൈസ്. അമ്മച്ചി ഈ ചൂട തീർന്നു അറിയില്ല. ഇവ എന്ത് രീതിയിലാണ് എടുത്ത കടി. ഉണ്ണി എടുത്താണ് ഇറങ്ങിയത്. എന്റെ തലമണ്ട വരെ പെരുത്തോട്ടോ, എനിക്ക് തലവേദന എടുക്കുന്നത്. ടൈം ഏതാണ്ട് ഞങ്ങൾ ഇതിപ്പോൾ 16 ആയിട്ടുണ്ട്. 1 മിനിറ്റ് മുമ്പ് ഇറങ്ങിയത് കേട്ടോ. 15 മിനിറ്റ് അടുപ്പിച്ച് ഞങ്ങൾ ഇരുന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഉണ്ണി എക്സ്പീരിയൻസ്? അവിടെ എന്തുവായിരുന്നു? അപ്പൊ ഗൈസ് ലാസ്റ്റ് റൗണ്ട് ആണ്. ഇതില് ഉണ്ണിയും അമ്മയാണ് മത്സരിക്കുന്നത്. ഓക്കെ, ഇതിൽ ആരാണോ വിജയിക്കുന്നത് അവർക്ക് 5000 രൂപ ക്യാഷ് പ്രൈസ്. ഉണ്ണേ ഓക്കെ, വിത്ത് മന്തി. എന്നെ കൊണ്ട് ഇനി പറ്റത്തില്ലായിരുന്നു കേട്ടോ. എന്നെ മണിത്തത്തേക്ക് അടിച്ചു പോയി. വയ്യ. അയ്യോ എന്തോന്നേ. ഓടെ നമുക്ക് റീസെറ്റ് ചെയ്യാം. ഓക്കെ കേറിക്കോ. ഓക്കെ ഗൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കേറ്. ഒരു കാല് താഴ്ന്നില്ലേ? ആ കാലും എടുത്തു പോയി. കണ്ടിട്ട് എനിക്ക് തന്നെ കഷ്ടം തോന്നുന്നു. എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്ന? കുഞ്ഞമ്മ ഇല്ലാതാവും. റോസ് അയ്യോ കറക്റ്റ് റോസ്. അയ്യോ ടൈറ്റാനിക്കിലെ റോസ്. കുമ്മിട്ടിക്ക റോസ്. മുക്കാബില പാട്ട് പാടോ? എങ്ങനെയുണ്ട് ഉണ്ണി? എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? സെറ്റ് ആണോ? ഗൈസ് ഉണ്ണിയുടെ കണ്ണിന്നൊക്കെ വെള്ളം വരുന്നത്. ഉണ്ണി നിർത്തിയോ? ഗൈസ് ഉണ്ണി ഇറങ്ങി. ഉണ്ണി എടുത്തിറങ്ങിയാലേ എത്തും. ഉണ്ണി ഇറങ്ങി കേട്ടോ. അമ്മക്ക് എണീക്കാൻ വയ്യവാ. ഇത് മൊത്തത്തിൽ അവിടെ കൊടുത്തേക്കുന്ന വെയിറ്റ്. കാലൊക്കെ സെറ്റായോ?
അവിടെ ഇരിക്കണോ വാ കാലേ ആ ഞാൻ ഇങ്ങനെ ഇട്ടിട്ടായിരുന്ന അങ്ങനെ അങ്ങ് ഇരുന്നല്ലേ ഓ കാല് ദിവസം കയ്യൊക്കെ ചോന്ന് ഇറക്കണ്ടേ ഓ ഗൈസ് അമ്മ ജയിച്ചു തീർന്നുകളെ 10 മിനിറ്റ് അടുപ്പിച്ച് ഇരുന്നിട്ടുണ്ട് രണ്ടുപേരും. അപ്പൊ ഗൈസ് വിജയ്ക്ക് നമ്മൾ 5000 റുപ്പീസ് ക്യാഷ് പ്രൈസ് കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ശരിക്കും രണ്ടുപേരും ഉണ്ണിയും അമ്മ ശരിക്കും നല്ലോണം കഷ്ടപ്പെട്ടു കേട്ടോ. കാരണം രണ്ടാമത്തെ റൗണ്ട് ഇരിക്കുന്നതിന് ഭയങ്കര ടാസ്ക് അല്ലേ ചാ? പിന്നെ എന്നാലും ഉണ്ണി കുറെ നേരം ഇരുന്നു. എന്റെ കൂടെ 15-16 മിനിറ്റ് അടുപ്പിച്ച് ഉണ്ണി ഇരുന്നു. അത് ചെറിയൊരു സംഭവമല്ലേ ഗൈസ്? അപ്പൊ ഗൈസ് ഈ ചലഞ്ചിൽ അമ്മയാണ് ജയിച്ചിരിക്കുന്ന ഒരു വലിയൊരു ക്ലാപ്പ്. അപ്പൊ എന്തായാലും ഗൈസ് കാറിലൊക്കെ ചൂടത്തൊക്കെ ഇരുന്ന് ചലഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഐസിന്റെ പരിപാടി നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. എന്തായാലും ഒരു വ്യത്യസ്തമായൊരു അനുഭവം തന്നെ ആയിരുന്നു. എന്റെ കൈയിന്റെ ഇതൊക്കെ മാറി വരുന്നതേ ഉള്ളൂ. ഇതെല്ലാം ചലഞ്ച് തന്നെ ആയിരുന്നു ഗൈസ്. അപ്പൊ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. ബൈ.